PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സമയം ഞാനൊന്ന് പറയാം. കാലത്ത് 6 മണിക്കൊരു ക്ലാസ്, ദെൻ 9 മണിക്കൊരു ക്ലാസ്, 12 മണിക്കൊരു ക്ലാസ്, 3 മണിക്കൊരു ക്ലാസ്, രാത്രി 8 മണിക്കൊരു ക്ലാസ്, 10:30 ക്ലാസ്. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. ഈ 6 ക്ലാസ്സുകളിൽ 2 ക്ലാസ് ലൈവും 4 ക്ലാസ് റെക്കോർഡഡും ആണ് കേട്ടോ. അപ്പോൾ രാത്രിയുള്ള 2 ക്ലാസ്സുകളാണ് ലൈവ്. രാത്രി 8 മണിക്കും രാത്രി 10:30ക്കുള്ള ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സുകൾ. അതിൽ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളും എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സുമാണ് ലൈവായിട്ട് ചെയ്യുന്നത്. ബാക്കി 4 നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. അതിൽ നമ്മൾ GK പോർഷൻസ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അതുപോലെ തന്നെ നമ്മുടെ കലാകായികം, സാഹിത്യം എന്ന് പറയുന്ന ഭാഗം, SCRT, NCRT അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. തുടക്കക്കാരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും ലിങ്ക് കൊടുത്തേക്കാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് തുടക്കം മുതൽ ക്ലാസ്സുകൾ കണ്ടുവരിക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ കാണാനായിട്ട് നമ്മൾ ഏകദേശം ഒരു ഫെബ്രുവരി 10 കൂടിയിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്ലാസ് തൊട്ട് നിങ്ങൾ ഇങ്ങോട്ട് കണ്ടുവരിക. ചെറിയ ക്ലാസ്സുകളാണ് കേട്ടോ, അധികം സമയമൊന്നും ഇല്ലാത്ത ക്ലാസ്സുകളാണ് നമ്മൾ തുടക്കത്തിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടുവന്നതിന് ശേഷം നമ്മുടെ കൂട്ടത്തിൽ വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ക്ലാസ് കാണുമ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. റിവിഷൻ സമയത്ത് അതായിരിക്കണം നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത്. പിന്നെ നമ്മൾ ഡെയിലി ക്ലാസ്സുകൾ ഇങ്ങനെ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ആഴ്ചയിൽ ഒരു ദിവസം, ഇപ്പോൾ ശനിയാഴ്ച രാത്രി 8 മണിക്ക് നമ്മൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷ നമ്മൾ ചെയ്യും. അതേപോലെ തന്നെ മാസത്തിൽ ഒരു ദിവസവും ഇതുപോലെ ഒരു മാസം പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് റിവിഷനും PYQ ഡിസ്കഷനും എക്സാമും എല്ലാം കൂടെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിലോട്ട് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു മട്ടത്രികോണം, സാധാരണ ഒരു ത്രികോണം പഠിച്ചു, മട്ടത്രികോണം പഠിച്ചു, സമഭുജ ത്രികോണം പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കുന്നത് സമപാർശ്വ ത്രികോണം. അപ്പോൾ എന്താണ് ഒരു സമപാർശ്വ ത്രികോണം എന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഇവിടെ നോക്കുക, ഇതൊരു ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിൻ്റെ 2 വശം തുല്യമായിരിക്കും. അതായത് ഇത് A ആണെങ്കിൽ ഇതും A ആണ്. ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 5 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 3 സെന്റിമീറ്റർ. 2 വശം തുല്യമായിരിക്കും, ഒരു വശം വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇത് രണ്ടും, ഇത് A ആണെങ്കിൽ ഇതും A ആണ്, ഇത് B ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 വശങ്ങൾ തുല്യമാണ്. ഇങ്ങനെ 2 വശങ്ങൾ തുല്യമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ 2 കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, 2 വശങ്ങൾ തുല്യമാകുമ്പോൾ ആ 2 വശങ്ങൾ വരുന്ന ഭാഗത്തുള്ള 2 കോണുകളും തുല്യമായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിനെയാണ് നമ്മൾ സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സമപാർശ്വ ത്രികോണം ഇത്രയേ ഉള്ളൂ. 2 വശങ്ങളും 2 കോണുകളും തുല്യമായിട്ടുള്ള ത്രികോണത്തെയാണ് നമ്മൾ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് നമ്മൾ മറ്റുള്ള ത്രികോണങ്ങൾ പഠിച്ചതുപോലെ തന്നെ നമുക്ക് ചുറ്റളവ് പഠിക്കണം, വിസ്തീർണം പഠിക്കണം, ഉയരം കാണാനുള്ള ഇക്വേഷൻ പഠിക്കണം. അപ്പൊ 3 പഠിക്കാം. ചുറ്റളവ് കാണാൻ നമുക്ക് വളരെ ഈസിയാണ്. നമ്മൾ പറഞ്ഞു ചുറ്റളവ് എന്ന് പറയുമ്പോൾ ചുറ്റിലുമുള്ള അളവാണ്. ഇവിടെ ചുറ്റിലും എന്താണുള്ളത്? ഇവിടെ ഒരു A ഉണ്ട്, ഇവിടെ ഒരു A ഉണ്ട്, ഇവിടെ ഒരു B ഉണ്ട്. അപ്പോൾ 3 കൂടെ കൂട്ടാം അല്ലേ? അപ്പോൾ A+A എന്ന് പറയുമ്പോൾ എന്താണ്? 2A ആയി അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ കൂട്ടാം. A+A+B എന്ന് എഴുതി വെക്കാം. A+A എന്ന് പറഞ്ഞാൽ 2A ആണ്. അപ്പോൾ നമുക്ക് 2A+B എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ചുറ്റളവിൻ്റെ ഇക്വേഷനായി 2A+B ആണ്. അപ്പോൾ ഇതിങ്ങനെ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. ചുറ്റളവ് എന്ന് പറയുമ്പോൾ ചുറ്റിലുള്ള അളവാണ്. അപ്പോൾ നമുക്ക് സമപാർശ്വ ത്രികോണം എന്ന് പറയുമ്പോൾ 2 വശം തുല്യമാണെന്ന് അറിയാം അല്ലേ? അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു വശവും വേറൊരു വശവും കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 2A+B എന്ന് പറയുന്നതാണ് സമപാർശ്വ ത്രികോണത്തിന്റെ ചുറ്റളവ് കാണാനുള്ളത്. ചുറ്റളവ് ചുറ്റിലുമുള്ള അളവാണ്. അപ്പോൾ A+A+B ആണ്. 2 വശം തുല്യമല്ലേ? അതുകൊണ്ട് A+A എന്ന് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ചുറ്റളവ് 2A+B നമ്മൾ പഠിച്ചു. ഇനി വിസ്തീർണം കാണാനുള്ള ഇക്വേഷനും ഉയരം കാണാനുള്ള ഇക്വേഷനും, ഇത് രണ്ടും നിങ്ങൾ പഠിച്ച് വെക്കുക തന്നെ വേണം കേട്ടോ. ഇക്വേഷൻ ഉണ്ട്. വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് B/4 × √4A² - B². ഇതാണ് ഇക്വേഷൻ. ഇത് പഠിച്ചേ പറ്റുള്ളൂ. എന്താണ് വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ? എന്താണ്? B/4 × √4A² - B². ഇതാണ് വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ. ഇപ്പം തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഉയരം കാണാനുള്ളത് ഈ B/4ന്റെ സ്ഥാനത്ത് 1/2 എന്നാക്കുക. B/4ന്റെ സ്ഥാനത്ത് 1/2. ബാക്കി എന്താണ്? ഇത് തന്നെ
4a² മൈനസ് b². അപ്പോൾ ഈ 3 ഇക്വേഷനാണ് നമുക്ക് സമപാർശ്വ ത്രികോണത്തെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? ചുറ്റളവ് കാണാനുള്ളത് നമുക്കറിയാം, ചുറ്റിലുള്ള അളവാണ്. അപ്പോൾ 2a + b ആണെന്നുള്ളത് നമുക്കറിയാം. വിസ്തീർണം കാണാൻ b/4 × √4a² മൈനസ് b². ഉയരം കാണാനുള്ള ഇക്വേഷൻ b/4ന്റെ സ്ഥാനത്ത് 1/2 ഇട്ട് കൊടുക്കുക. 1/2 × √4a² മൈനസ് b². ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് സമപാർശ്വ ത്രികോണം? രണ്ട് വശങ്ങളും രണ്ട് കോണുകളും തുല്യമായിട്ടുള്ള ത്രികോണത്തെയാണ് സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ്. അപ്പോൾ ഈ വിസ്തീർണം എന്നുള്ളതിനെ നമ്മൾ പറഞ്ഞു, പുതിയ ടെക്സ്റ്റിലൊക്കെ പരപ്പളവ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് കമന്റ് വന്നു. ഓക്കെ, അത് അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ പഠിക്കാം. അപ്പോൾ പരപ്പളവ് എന്ന് പറയുന്നത് തന്നെയാണ് വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ, പരപ്പളവ് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ പരപ്പളവ് കാണാനുള്ള ഇക്വേഷനാണ് b/4 × √4a² മൈനസ് b². ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ബോക്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ വ്യത്യസ്തമായ കോൺ 56 ഡിഗ്രി ആയാൽ പാദകോണുകൾ എത്ര എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കോണ് തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചു സമപാർശ്വ ത്രികോണം എന്ന് പറയുമ്പോൾ അതിന്റെ രണ്ട് വശങ്ങളും രണ്ട് കോണുകളും തുല്യമാണെന്ന് പഠിച്ചു അല്ലെ. അതിൽ വ്യത്യസ്തമായ കോണ് 56 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി ഈ രണ്ട് കോണ് കണ്ടുപിടിക്കണം. രണ്ട് കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും എന്ന് നമുക്കറിയാം. സമപാർശ്വ ത്രികോണമാണ് അല്ലെ. അപ്പൊ രണ്ട് കോണുകൾ തുല്യമാണ്. അപ്പൊ വ്യത്യസ്തമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കോണുകൾ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഒരു ത്രികോണത്തിലെ ഉള്ളിലുള്ള 3 കോണുകളും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. 3ഉം കൂടെ കൂട്ടിയാൽ അല്ലെ. അതിൽ ഒരു കോണ് 56 ആണെങ്കിൽ ബാക്കി രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? 180ൽ നിന്ന് 56 ഡിഗ്രി കുറച്ചാൽ മതി. ടോട്ടൽ 180 ആണ്. അതിൽ ഒരു കോണ് 56 ആണെങ്കിൽ ബാക്കി രണ്ടും കൂടെ കൂട്ടി എത്ര കിട്ടണം എന്നറിയാൻ 180ൽ നിന്ന് 56 കുറച്ചാൽ മതി അല്ലേ. അപ്പം നമുക്ക് കുറയ്ക്കാം. 0ൽ നിന്ന് 6 പോകില്ല. അപ്പോൾ 1 കടമെടുക്കുമ്പോൾ 10ൽ നിന്ന് 6 പോയാൽ 4. ഇവിടെ എന്തായി? 8ൽ നിന്ന് 1 അങ്ങോട്ട് പോയപ്പോൾ 7 ആയി. 7ൽ നിന്ന് 5 പോയാൽ 2, ബാക്കി 1. 124. ഇവിടെ നിന്ന് തന്നെ നമുക്ക് കുറയ്ക്കാം. അപ്പോൾ 124 ഡിഗ്രിയാണ് ഈ രണ്ട് കോണും കൂടെ കൂട്ടുമ്പോൾ. 180ൽ നിന്നും 56 കുറച്ചപ്പോൾ നമുക്ക് 124 ഡിഗ്രി എന്ന് കിട്ടി. ആ 124 ഡിഗ്രി എന്ന് പറയുന്നത് എന്താ? ഈ രണ്ട് കോണും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 124 കിട്ടണം. അപ്പോഴാണ് നമുക്ക് 124ഉം ഈ 56ഉം കൂട്ടുമ്പോൾ ടോട്ടൽ ഉള്ളിലുള്ള കോണുകൾ 180 കിട്ടാം അല്ലേ. അപ്പൊ 124 ഡിഗ്രി ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടണം. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കോണും തുല്യമാണ് അല്ലെ. അപ്പൊ രണ്ട് കോണും തുല്യമാണെങ്കിൽ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. പകുതി പകുതി ആക്കുമ്പോഴല്ലേ ഓരോ കോണായിട്ട് കിട്ടുന്നത്. അപ്പൊ 124 ഡിവൈഡഡ് 2 ചെയ്താൽ നമ്മുടെ എന്തായി? ആൻസർ ആയി. എത്രയാണ്? 2ൽ 2 ഒരു പ്രാവശ്യം, 12ൽ 2 6 പ്രാവശ്യം, 4ൽ 2 2 പ്രാവശ്യം. അപ്പൊ 62 എന്ന് വന്നു. അപ്പൊ ഒരു കോണിന്റെ അളവ് എത്രയാണ്? 62. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതും 62, ഇതും 62. അപ്പൊ എത്രയായി? 124, ഇത് 56. മൂന്നും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 180 കിട്ടും. എളുപ്പമല്ലേ? എങ്ങനെയാണ് ചെയ്തത് ഒന്നുകൂടെ പറയാം. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ വ്യത്യസ്തമായ കോണ് തന്നിട്ടുണ്ട്. വ്യത്യസ്തമായ കോണ് തന്നാൽ നമുക്കറിയാം ടോട്ടൽ 180 ഡിഗ്രിയാണ്. സമപാർശ്വ ത്രികോണം ആയതുകൊണ്ട് രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ 180ൽ നിന്നും ആ 56 ഡിഗ്രി കുറച്ചപ്പോൾ 124 കിട്ടി. ആ 124 എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ്. ഈ രണ്ട് കോണ് തുല്യമായതുകൊണ്ട് നമുക്കതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ 124നെ 2 കൊണ്ട് ഹരിച്ചു. നമുക്ക് ആൻസർ എത്ര കിട്ടി? 62 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു കോൺ, ഈ ഒരു കോൺ 62, ഇതും 62. അപ്പൊ നമ്മൾ പാദകോണുകൾ എത്ര വീതമാണ്? 62 ഡിഗ്രി വീതമാണ്. മനസ്സിലായല്ലോ. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കുക. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ പാദം 10 സെന്റിമീറ്റർ, തുല്യമായ വശങ്ങൾ 13 സെന്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്രയാണ്? ഉന്നതി എത്രയാണ്? അപ്പൊ ഒന്നിൽ നിന്ന് തന്നെ നമുക്ക് രണ്ടും കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ പാദം 10 സെന്റിമീറ്റർ. പാദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സമപാർശ്വ ത്രികോണം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് വശം തുല്യമാണ്. അതിൽ പാദം 10 സെന്റിമീറ്റർ ആണ്. തുല്യമായ വശങ്ങൾ 13 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇതും 13, ഇതും 13. അതായത് എ എന്ന് പറയുന്നത് എത്രയാണ്? 13 സെന്റിമീറ്റർ ആണ്. ബി എന്ന് പറയുന്നതാണ് 10 സെന്റിമീറ്റർ അല്ലെ. തുല്യമായ വശം എ എന്ന് പറയുന്നത് 13 സെന്റിമീറ്ററും ബി എന്ന് പറയുന്നത് 10 സെന്റിമീറ്ററും ആണ്. അത് ആദ്യം എഴുതി വെച്ചു. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? വിസ്തീർണം കണ്ടുപിടിക്കണം, ഉന്നതി കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് വിസ്തീർണം കാണാം അല്ലെ. വിസ്തീർണം കാണാം. വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്താണ് വിസ്തീർണം? A = B/4 ×
4a² മൈനസ് b². ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? b/4 √4a² മൈനസ് b² ആണ്. നമുക്ക് എയും അറിയാം ബിയും അറിയാം, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് ചെയ്യാം. b/4, ബി എത്രയാണ്? 10 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ 10/4 ഇൻറ്റു √4a², 4 ഇൻറ്റു a². എ എന്ന് പറയുന്നത് എത്രയാണ്? 13. 13ന്റെ സ്ക്വയർ എത്രയാണ്? 169. സ്ക്വയർ കാണാനുള്ള അതിന്റെ ട്രിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. 4 ഇൻറ്റു 169. 169 എന്ന് പറഞ്ഞാൽ a², അതായത് 13ന്റെ സ്ക്വയർ മൈനസ് b². ബി എത്രയാണ്? 10. 10ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് സോൾവ് ചെയ്യണം. 10/4 ഇൻറ്റു √4 ഇൻറ്റു 169 എത്രയാണ്? നമുക്ക് നോക്കാം. 9 4 36 6, 3 ശിഷ്ടം. 4 6 24 3 27 7, 2 ശിഷ്ടം. 1 4 4 2 6, 676. അതൊക്കെ ഇവിടെ നിന്ന് തന്നെ ഗുണിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 676 എന്ന് കിട്ടി. മൈനസ് 100 ആണല്ലോ. അപ്പം ഇനി നമുക്ക് എഴുതാം. 10/4 ഇൻറ്റു √676 നിന്ന് 100 പോയി എത്രയാണ്? 576. 576 എന്ന് പറയുന്നത് എന്തിൻ്റെ റൂട്ടാണ്? റൂട്ട് എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ, അത് കാണാത്തവരുടെയും കാണാം. 10/4 ഇൻറ്റു √576 എന്ന് വെച്ചാൽ എത്രയാണ്? 24 ആണ്. ഓക്കെ, 24 ആണ്. 576ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 24. അപ്പൊ അത് കാണാൻ അറിയാത്തവരുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ കണ്ടിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് 10/4 ഇൻറ്റു 24 എന്ന് കിട്ടി. 4ൽ 4 ഒരു പ്രാവശ്യം, 24ൽ 4 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. 6 ഇൻറ്റു 10 എന്ന് പറയുന്നത് എത്രയാണ്? 60 സെന്റിമീറ്റർ സ്ക്വയർ എന്നാൽ നമുക്ക് എന്ത് കിട്ടി? വിസ്തീർണം കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. b/4 ഇൻറ്റു √4a² മൈനസ് b². നമ്മൾ അതിൽ എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എങ്ങനെ കിട്ടി? 10/4 ഇൻറ്റു √4 ഇൻറ്റു 169 മൈനസ് 100 എന്ന് നമ്മൾ എഴുതി. അതിനുശേഷം എന്ത് വന്നു? നമ്മൾ സോൾവ് ചെയ്തു. 10/4 ഇൻറ്റു √576 വന്നു. √576 എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? 24ന്റെ റൂട്ടാണ്. അപ്പം നമ്മളത് സോൾവ് ചെയ്ത് എഴുതി. നമുക്ക് ആൻസർ എത്ര കിട്ടി? 60 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് വിസ്തീർണം കണ്ടുപിടിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഉയരം കാണാനുള്ള ഇക്വേഷൻ ആണ് അല്ലെ. ഉയരം കാണണം നമുക്ക്. ഉയരം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? 1/2 ഇൻറ്റു √4a² മൈനസ് b² അല്ലെ. നമ്മുടെ വിസ്തീർണം കാണുന്ന ഇക്വേഷനിൽ b/4ന്റെ സ്ഥാനത്ത് 1/2 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1/2 ഇൻറ്റു √4a² മൈനസ് b². ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് സാധാരണ ഇവിടെ ചെയ്തതുപോലെ തന്നെയാണ്. ഈ 4a² മൈനസ് b² നമ്മളിവിടെ സോൾവ് ചെയ്ത് ഇട്ടത് കൊണ്ട് ഈ ഭാഗത്ത് √576 ആണ് വരിക എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം, അല്ലെങ്കിൽ 24 ആണെന്നുള്ളത് അറിയാം. എങ്കിലും നമുക്ക് ഒന്നുകൂടെ സോൾവ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. 1/2 ഇൻറ്റു √4a². എ എന്ന് പറയുന്നത് എത്രയാണ്? 13. 13ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 169 മൈനസ് b². ബി എന്ന് പറയുന്നത് 10 ആണ്. 10ന്റെ സ്ക്വയർ എത്രയാണ്? 100 നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യുക? 1/2 ഇൻറ്റു √4 ഇൻറ്റു 169 എങ്ങനെയാണ് ഗുണിക്കുന്നത്? 9/4 36 6, 4 ശിഷ്ടം. 4 6 24, 24 3 27 7, 2 ശിഷ്ടം. 1 4 4 2 6, 676 മൈനസ് 100 വരും. അപ്പോൾ 1/2 ഇൻറ്റു 676 നിന്ന് 100 പോയാൽ 576. √576. √576 എന്ന് പറയുന്നത് എന്താണ്? 24 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 24. 2ൽ 2 ഒരു പ്രാവശ്യം. 24ൽ 2 എത്ര പ്രാവശ്യം? 12 പ്രാവശ്യം. അപ്പോൾ ഒരു 12 സെന്റിമീറ്റർ ഉയരമായതുകൊണ്ട് സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഉയരം കാണുന്നത്. അപ്പോൾ നമുക്ക് വശങ്ങൾ എയും ബിയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിസ്തീർണവും കാണാൻ ഉയരം കാണാൻ ഇക്വേഷൻ പഠിച്ചു വെക്കുക, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആകെ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളത് ഇങ്ങനെ റൂട്ട് കാണുമ്പോഴും ഗുണിക്കുമ്പോഴൊക്കെയാണ്. അപ്പോൾ ഗുണിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ ഹരിക്കുന്നത് എങ്ങനെയാണ്, വെട്ടിച്ചുരുക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ സ്ക്വയർ റൂട്ട് കാണാനുള്ളത്, സ്ക്വയർ കാണാനുള്ളത്, ഇതിൻ്റെ എല്ലാം നമ്മൾ ട്രിക്കിലൂടെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതെല്ലാം കണ്ടുപിടിക്കുമ്പോൾ നമുക്കിത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് വിസ്തീർണവും ഉയരവും കാണുന്നത്. അപ്പോൾ
ഇത്രയാണ് നമുക്ക് സമപാർശ്വ ത്രികോണത്തിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് വിഷമഭുജ ത്രികോണത്തെ കുറിച്ച് പഠിക്കാം. അടുത്തത് നമ്മൾ പഠിക്കുന്നത് വിഷമഭുജ ത്രികോണം അല്ലെങ്കിൽ സ്കേലിയൻ ട്രയാങ്കിളിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് സ്കേലിയൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ വിഷമഭുജ ത്രികോണം എന്ന് പറയുന്നത്? അതായത് 3 വശങ്ങളും വ്യത്യസ്തം, എ ബി സി 3 വശവും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ 3 കോണുകളും വ്യത്യസ്തമായിരിക്കും. അങ്ങനെയുള്ള ത്രികോണത്തെയാണ് വിഷമഭുജ ത്രികോണം അല്ലെങ്കിൽ സ്കേലിയൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ആകെ ഒരു ഇക്വേഷൻ ആണ് പഠിക്കാനുള്ളത്, വിസ്തീർണം കാണാനുള്ളത്. അപ്പൊ അതിൽ നിന്നും ഈ ഭാഗത്ത് നിന്ന് ഈ ഒരു ചോദ്യമാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ആ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാം. നമുക്ക് ആ ഒരു പ്രോബ്ലം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വിഷമഭുജ ത്രികോണം ഇത് അധികം ചോദിച്ചു കണ്ടിട്ടില്ല. ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആകെ വിസ്തീർണം മാത്രമേ ഇവിടെ നിന്ന് ചോദിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എ ബി സി 3 വശവും വ്യത്യസ്തമായിരിക്കും, 3 കോണുകളും വ്യത്യസ്തമാണ്. ചുറ്റളവ് നമുക്കറിയാം എന്താണ്, ചുറ്റിലുമുള്ള അളവാണ്. അപ്പോൾ ഒരു വിഷമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ പ്ലസ് ബി പ്ലസ് സി ആയിരിക്കും. 3 കൂടെ കൂട്ടുന്നതായിരിക്കും. ഓക്കെ, വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ ആണ് ഒരു വിഷമഭുജ ത്രികോണത്തിന്റെ ഇക്വേഷൻ. ഓക്കെ, വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പൊ എന്താണ് ഈ എസ് എന്ന് അറിയണ്ടേ? എസ് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. എ പ്ലസ് ബി പ്ലസ് സി എന്താണ്? ചുറ്റളവ് അല്ലെ? ചുറ്റളവ് കിട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഹരിക്കുക. ചുറ്റളവിന്റെ പകുതിയാണ്. ഓക്കെ, അപ്പൊ സെമി പെരിമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എസ് വരുന്നത്. പെരിമീറ്ററിന്റെ പകുതി, ചുറ്റളവിന്റെ പകുതി. അപ്പൊ ചുറ്റളവിന് 2 കൊണ്ട് ഹരിക്കുന്നത്. ഓക്കെ, അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 എന്ന് പറയുന്നതാണ് എസ്. സെമി പെരിമീറ്റർ ആണ്, പെരിമീറ്ററിന്റെ പകുതിയാണ്. അപ്പൊ അതാണ് എസ്. എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആദ്യം കണ്ടുപിടിച്ച് വെക്കുക. എ പ്ലസ് ബി പ്ലസ് സി ചുറ്റളവ് കാണും, അതിന്റെ പകുതി എടുക്കുക. അതാണ് എന്ത്? എസ്. ആ എസ് കിട്ടിയാൽ നമുക്ക് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ചെയ്യാലോ. ഈസിയാണ് അല്ലേ? അപ്പൊ ഈ ഇക്വേഷൻ എന്തായാലും പഠിച്ചിരിക്കുക. എസ് എന്താണ് എന്നുള്ളതും പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ വിഷമഭുജ ത്രികോണത്തെ പറ്റി പറയാനായിട്ട്. അപ്പൊ വിഷമഭുജ ത്രികോണം അല്ലെങ്കിൽ സ്കേലിയൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? 3 വശം വ്യത്യസ്തം, 3 കോണുകൾ വ്യത്യസ്തം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വിഷമഭുജ ത്രികോണം എന്ന് പറയാ. ചുറ്റളവ് കാണാൻ എന്ത് ചെയ്യുക? ചുറ്റിലുമുള്ള അളവാണ്. അപ്പൊ 3 വശവും കൂടെ കൂട്ടുക. എ പ്ലസ് ബി പ്ലസ് സി ആണ്. വിസ്തീർണം കാണാൻ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. ഓക്കെ, അതിൽ എസ് എന്താണ്? എസ് എന്ന് പറയുന്നത് ചുറ്റളവിന്റെ പകുതി, എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഇവിടെ നോക്കുക, ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ 13 സെന്റിമീറ്റർ, 14 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്ര എന്നുള്ളതാണ്. അപ്പൊ വിഷമഭുജ ത്രികോണം എന്ന് പറയുന്ന ഈ ഭാഗത്ത്, സ്കേലിയൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ആകെ ഒരു ചോദ്യമാണ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത്. അത് ഇതാണ്. 3 വശങ്ങൾ തന്നിട്ട് വിസ്തീർണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്ത് നോക്കാം. നമുക്കറിയാം വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചു. എന്താണ്? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ എസ് എന്താണ്? എസ് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. അതായത് ചുറ്റളവിന്റെ പകുതിയാണ് അല്ലേ? അപ്പൊ നമുക്കിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആദ്യം എസ് കണ്ടുപിടിക്കണം. എസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 13 പ്ലസ് 14 പ്ലസ് 15 ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലെ? എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. അപ്പൊ നമ്മളത് ചെയ്യാം. 13 14 എത്രയാണ്? 27. 27 15 എത്രയാണ്? 42. 42 ബൈ 2 എന്ന് പറയുമ്പോൾ എത്രയാ? 21. അപ്പൊ എസ് നമുക്ക് കിട്ടി 21. ഇനി നമുക്ക് ഇതിൽ വാല്യൂ ഇട്ട് കൊടുത്താൽ പോരെ. അപ്പൊ നമുക്ക് ചെയ്യാം. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് എത്രയാണ്? 21. 21 ഇൻറ്റു എസ് മൈനസ് എ, അതായത് എസ് എന്ന് പറയുന്നത് എത്രയാണ്? 21 മൈനസ് എ എന്ന് പറയുന്നത് 13. അടുത്തത് എസ് മൈനസ് ബി, 21 മൈനസ് ബി എത്രയാണ്? 14 ഇൻറ്റു എസ് മൈനസ് സി, 21 മൈനസ് 15. ഓക്കെ, നമ്മളിങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്യുക? ഇതിനെ സോൾവ് ചെയ്യുക അല്ലേ? 21 ഇൻറ്റു 21 13 പോയ എത്രയാണ്? 8 അല്ലേ? 21 13 പോയ 8 ഇൻറ്റു 21 14 പോയ 7 ഇൻറ്റു 21 15 പോയ 6. അപ്പം നമ്മൾ എഴുതി 21 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6. ഇനി ഇത് എന്ത് ചെയ്യുക? ഈ 4 കൂടെ അങ്ങോട്ട് ഗുണിച്ചാൽ മതി. ഇപ്പം ഇങ്ങനെ ഗുണിക്കുമ്പോൾ നമ്മൾ 7 6 42 ചെയ്തു. പിന്നെ അതിനെ 8 കൊണ്ട് ഗുണിച്ചു. പിന്നെ അതിനെ 21 കൊണ്ട് ഗുണിച്ചു.
അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ പാടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യാം. നമുക്ക് ആദ്യം 8 എത്രയാണ് നോക്കി, അത് കഴിഞ്ഞ് 6 കൊണ്ട് ഗുണിച്ച്, അതിന് 21 കൊണ്ട് ഗുണിച്ച്, അപ്പോൾ ഇത്രയും ഗുണിക്കണ്ടേ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഗുണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. 21 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 7 എന്ന് എഴുതാം അല്ലേ. 3 × 7 21. 8 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 2 എന്ന് എഴുതാം 8 അല്ലേ. ഇൻറ്റു 7 അതുപോലെ തന്നെ എഴുതി. 6 എങ്ങനെ എഴുതാം? 2 × 3 എന്ന് എഴുതാം അല്ലേ. 6 ഇങ്ങനെ എഴുതി. 21 3 × 7 എഴുതി, വാല്യൂ ചേഞ്ച് ആവുന്നില്ല. 3 × 21. 8 2 × 2 × 2 എഴുതി. 7 അതുപോലെ എഴുതി. 6 2 × 3 എന്ന് എഴുതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ വാല്യൂസ് എഴുതി. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നമുക്ക് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ സ്ക്വയർ വന്നാൽ ആ സംഖ്യ മാത്രം എഴുതിയാൽ മതി, സ്ക്വയർ അല്ലാതെ അല്ലേ. അപ്പോൾ അത് ആദ്യം മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എടുത്തെഴുതാം. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. അതായത് 3 × 3 എന്ന് വെച്ചാൽ എന്താണ്? 3ന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ റൂട്ടിനകത്ത് വന്നാൽ എന്താണ്? ഞാൻ പറഞ്ഞു റൂട്ട് എ സ്ക്വയർ എന്ന് പറയുന്നത് എ ആണ് അല്ലേ. റൂട്ടിനകത്ത് 5 സ്ക്വയർ വന്നാൽ 5 ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പോൾ റൂട്ടിനകത്ത് സ്ക്വയർ വന്നാൽ ആ സംഖ്യ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ 3 × 3 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. അപ്പോൾ നമുക്കിവിടെ റൂട്ട് കളഞ്ഞിട്ട് എഴുതാം അല്ലേ. ആദ്യം ഞാൻ എഴുതാം കേട്ടോ. 3 × 3 അതായത് 3 സ്ക്വയർ എന്ന് എഴുതി. ഇൻറ്റു അടുത്ത ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു 7 ഉണ്ട്. 7 × 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 സ്ക്വയർ. ഇൻറ്റു ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. 2 × 2 എത്രയാണ്? 2 സ്ക്വയർ. ഇൻറ്റു ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ 2 × 2 2 സ്ക്വയർ. ഓക്കെ. അപ്പോൾ റൂട്ടിനകത്ത് നമ്മൾ ഈ സ്ക്വയർ ഒക്കെ എഴുതി. അപ്പോൾ റൂട്ടിനകത്ത് സ്ക്വയർ വന്നാൽ എന്താണ്? സ്ക്വയർ കളയാൻ റൂട്ട് മാറ്റാനായിട്ട് സ്ക്വയർ കളഞ്ഞിട്ട് ആ സംഖ്യ എഴുതിയാൽ മതി. അപ്പോൾ റൂട്ടിനകത്ത് 3 സ്ക്വയർ വന്നാൽ 3 ആണ് അർത്ഥം. ഇൻറ്റു 7ന്റെ സ്ക്വയർ റൂട്ടിനകത്ത് വന്നാൽ 7. ഇൻറ്റു 2ന്റെ സ്ക്വയർ റൂട്ടിനകത്ത് വന്നാൽ 2. ഇൻറ്റു 2ന്റെ സ്ക്വയർ റൂട്ടിനകത്ത് വന്നാൽ 2. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ ഗുണിച്ചാൽ മതി. ഇത് തമ്മിൽ ഗുണിക്കുന്നതിനേക്കാളും എളുപ്പമല്ലേ ഇത് ഗുണിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. 3 × 21. 21 × 2. 21 × 2 എത്ര? ഒരു 2 2 2 2 4. 42 × 2. 42 2 2 4 4 2 8. 84 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ. 84 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ആൻസർ പെട്ടെന്ന് നമുക്ക് ഗുണിക്കുന്നത് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഗുണിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ട ഭാഗമൊന്നും ഓർമ്മ വരുന്നില്ലാത്തവർ, ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തവർ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഗുണിക്കാം. എങ്ങനെ ഗുണിച്ചെഴുതാം? 6 7 42. 42 × 8 ചെയ്യാം. ഇവിടെ വായിക്കുന്നുണ്ട്. 42 × 8 ചെയ്യട്ട. 8 2 16 6 1 4 8 32 3 33 336 വന്നു. അപ്പോൾ ഈ ബാക്കി എന്താണ്? ഇത് 3ഉം കൂടെ നമ്മൾ ഗുണിച്ചു. അപ്പോൾ എന്താണ്? 336 കിട്ടി. അപ്പോൾ 21 × 336 ഇനി ഗുണിക്കണം അല്ലേ. 21ന് 336 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മളത് വീണ്ടും എഴുതി ഗുണിക്കണം. അപ്പോൾ ഇത്രയും ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. നോക്കാം. 1 6 6, ഒരു 3 3, ഒരു 3 3, 6 2 12, 1 2 3 6 1 7 6 6 3 2 5 5 7 3 10 1 6 1 7 7056 അല്ലേ. 7056. അപ്പോൾ 7056 എന്ന് പറയുന്നത് ഏതിൻ്റെ? ഇത് സ്ക്വയറിൻ്റെ ഉള്ളിലാണ്. റൂട്ട് ഓഫ് 7056. അപ്പോൾ 7056ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 84 ആണ്. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള എന്താണ് എളുപ്പ വഴി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7056 എന്നുള്ളത് നമ്മൾ റൂട്ടിൻ്റെ അകത്ത് വന്നാൽ അതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? 84 തന്നെയാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പാടായിരിക്കുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇതിലേത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഒന്നുകിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതി അതിൽ നിന്ന് നമുക്ക് റൂട്ട് എടുത്തിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഡയറക്റ്റ്ലി ഇതെല്ലാം കൂടെ ഗുണിച്ചിട്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന ഭാഗം എത്തുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. അങ്ങനെ കണ്ടുപിടിക്കാൻ അറിയുന്നവർക്ക് അത് ഈസി ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ഗുണിച്ചെഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമായിട്ടുണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് വേണമെന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷമഭുജ ത്രികോണത്തിൽ വരാനുള്ള ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ് ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ സമപാർശ്വ ത്രികോണം കഴിഞ്ഞു, വിഷമഭുജ ത്രികോണം കഴിഞ്ഞു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ത്രികോണം എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത രൂപങ്ങൾ പഠിക്കാനുണ്ട്. ചതുരം, സർക്കിൾ ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.